പണി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. വീടിൻ്റെ തേപ്പോ പടവോ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കണ്. ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഇന്ന് 11ാമത്തെ നോമ്പാണ്. അപ്പോൾ എല്ലാ മനുഷ്യന്മാരെയും പടച്ചോന് കാക്കട്ടെ, ആമീൻ. അപ്പോൾ ഇന്ന് പടവേന്നു എന്നുവെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോസിൽ വരാൻ കാരണം 2 കാര്യം പറയാനാണ്. ഒന്ന് പള്ളിക്കത്തെ കമ്മിറ്റിക്കാരെ അറിയാനും ഒന്ന് ജനങ്ങളെ അറിയാനും. ഞാൻ വീടിൻ്റെ തേപ്പാണ് ഞാൻ കൂടുതലും എടുക്കൽ. എൻ്റെ ഒപ്പല്ലേ 3 ആൾക്കാർ ഇപ്പോൾ ലീവാണ്. കാരണം ഈ നോമ്പിന് തേപ്പെടുത്താലും മുതലാകില്ല. കാരണം ബംഗാളി റേറ്റിന് തേപ്പ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം 5 മണി വരെ പണി എടുക്കണം. എന്നാലുള്ളൂ പണിക്കൂലി കിട്ടുക. ചില പണിമേ അങ്ങനെ പണിയെടുത്ത ചിലമേ പണിക്കൂലി കിട്ടാത്ത പണികളുണ്ട്. അതുകൊണ്ടാണ് ഇനി നോമ്പ് കഴിയട്ടെ എന്നുവെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി വീടിൻ്റെ തേപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ 3 എൻ്റെ പോലെ 3 പണിക്കാർ ലീവാകാൻ കാരണം അവർക്ക് പടവ് അറിയില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വീട് എന്നുവെച്ചാൽ നമ്മളെ നാട്ടിൽ എന്നുവെച്ചാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തേപ്പുകാർ പറഞ്ഞാൽ ഈ തൊടുത്തെ ചെമ്മലിൻ്റെ മാരിയാണ്, കണ്ടമാനുണ്ട്. അതുകൊണ്ടാണ് ഈ റേറ്റ് കമ്മിയാക്കി പണിയെടുക്കാൻ കാരണം. അപ്പോൾ ബംഗാളികൾ പണിയെടുത്താലും ചില ബംഗാളികൾ രാവിലെ 7:30 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 8 മണി 9 മണി വരെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് എന്നിട്ടും കൂലി വെക്കണില്ല. കാരണം ഞാൻ അവർ ഈ രാത്രി 8 മണിക്കൊക്കെ പണി കയറി പോകുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ ലേറ്റായി പണിയെടുക്കാൻ കാരണം ചോദിക്കുമ്പോൾ അവർ പറയൽ, ഈ പണിക്കൂലി ഒക്കാത്തത് കൊണ്ടാണ് ഈ നേരം വൈകി പണിയെടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ എടുത്ത് ഏതെങ്കിലും ബംഗാളി ആൾ ഇതേമാതിരി നേരം വൈകി പണിയെടുക്കുമ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ വീടിൻ്റെ പണി ഇതേമാതിരി ബംഗാളി ആയാലും മലയാളി ആയാലും, കാരണം എല്ലാവരും മനുഷ്യന്മാരല്ലേ, എന്ന് വെച്ചാൽ പണി എടുത്തിട്ട് എന്നുവെച്ചാൽ ചെറിയ എമൗണ്ടിനാകാരം ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് ആ എടുക്കുന്ന ആൾക്കും അറിയാം, ഈ പണി കൊടുക്കുന്ന വീട്ടുകാർക്കും അറിയാം ഇതിപ്പോൾ കൂലി വെക്കൂല. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞ എമൗണ്ടിൻ്റെ മേലേക്ക് പണിക്കൂലി വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ എക്സ്ട്രാ പണിക്കൂലി നിങ്ങൾ കൊടുത്തിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ 17,000 അതേമാതിരി 27,000 നമ്മൾ പടച്ചവനോട് പൊറുക്കലിനെ തേടും. അപ്പോൾ പടച്ചവൻ അത് സ്വീകരിക്കുമോ? കാരണം നബി സല്ലല്ലാഹു. അപ്പോൾ കറണ്ട് പോയിട്ട് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് പോയി നിൽക്കുകയാണ്. കാരണം ഇവിടെ ഭയങ്കര കാറ്റും മഴയുണ്ട് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ ഞാൻ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെങ്ങനെയാണ് കൂലി, ആ കൂലി ആ വ്യക്തി പണി കയറി കഴിഞ്ഞാൽ ആ വ്യക്തിൻ്റെ വേർപ്പ് വറ്റണ മുന്നേ പണിക്കൂലി കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ? അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പണി എന്നുവെച്ചാൽ ചെറിയ റേറ്റിന് കരാർ കൊടുത്തിട്ട്, കരാർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും അറിയാം, ആ എടുക്കുന്ന ആൾക്കും അറിയാം. അത് ഇനി ബംഗാളി എടുത്താലും മലയാളി എടുത്താലും. കാരണം പണിക്കാർ നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. എന്നുവെച്ചാൽ തൊടുത്തെ ചെമ്മലിൻ്റെ മാതിരിയാണ്. അതുകൊണ്ടാണ് ഈ റേറ്റ് കമ്മിയാക്കി പണിയെടുക്കാൻ പണിക്കാർ ഈ റേറ്റ് കമ്മിയാക്കി പണിയെടുക്കുന്നത് പണിക്കാർ, അത് മലയാളി ആയാലും ബംഗാളി ആയാലും. അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഒരു എമൗണ്ട് പറയും, ചെറിയ റേറ്റ്. ആ റേറ്റിൻ്റെ മേലേക്ക് പണിക്കൂലി വന്ന് കഴിഞ്ഞിട്ട് ആ പണിക്കൂലി നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചോന് നിങ്ങൾ ഈ റമദാൻ മാസത്തിൽ ഇപ്പോൾ 17,000 27,000 ആണ് വരുന്നത്. അപ്പോൾ ഈ 17,000 27,000 പടച്ചവനോട് പൊറുക്കലിന് തേടുമ്പോൾ
ആ വിയർപ്പ് നിങ്ങളെ പിന്നെ വീടുമ്മ പറ്റിക്കണമെങ്കിൽ പടച്ചവനത് പുറത്ത് തരുമോ? അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞത് 15,000 20,000 വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അറിയണ ഉസ്താദന്മാരോട് ഒന്ന് ചോദിച്ച് നോക്കുകൊണ്ടു. അല്ലെങ്കിൽ നിങ്ങളെടുക്കണ ഈ നോമ്പൊക്കെ ഫാത്തിലായി പോകും. അതാ മാസം പറയല്ല. കാരണം ഒരാളെ വിയർപ്പ് നമ്മുടെ പെരമ്മ പറ്റാൻ പാടില്ല. ഞാൻ പറഞ്ഞത് കൊള്ളലാഭത്തിൽ പണിയെടുക്കണ അങ്ങനത്തെ ആൾക്കാരല്ല. ഈ ചെറിയ റേറ്റിന് കൊടുത്തിട്ട് നിങ്ങൾക്കും അറിയാം, അത് എടുക്കുന്ന ആൾക്കും അറിയാം ഇതുമ്മ പണിക്കൂലി ഒക്കൂല. പിന്നെ എടുക്കുന്നത് പറഞ്ഞാൽ ഇനി ബംഗാളിക്കായാലും മലയാളിക്കായാലും കുടുംബമുണ്ട്. അപ്പോൾ അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി ചെറിയ റേറ്റിന് വന്നാണ്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ എമൗണ്ടിൻ്റെ മേലേക്ക് പണിക്കൂലി വന്നിട്ട് ആ പണിക്കൂലി നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചോനെ സ്വീകരിക്കുമോ അതോ പടച്ചോനൊക്കെ അത് കുറ്റം കിട്ടുമോ? അല്ല പടച്ചോന് പുറത്ത് തരൂലേ? അറിയണ വലിയ ഉസ്താദന്മാരോടൊന്ന് ചോദിച്ചു നോക്കുകൊണ്ടു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പള്ളി കമ്മിറ്റിക്കാർ കേൾക്കാനാണ്. ഈ വരുമാനമില്ല പള്ളിക്ക് AC വെക്കും. കാരണം ഈ വരുമാനമില്ല പള്ളിക്ക് പറഞ്ഞാൽ റബ്ബർ സീറ്റ് ഉണ്ടാവും, അതേമാതിരി അടക്കമുണ്ടാവും. അപ്പോൾ അവർക്ക് കറണ്ട് ബില്ല് കൊടുക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വരുമാനം ഇല്ലാത്ത പള്ളിക്ക് AC വെച്ച് കഴിഞ്ഞാൽ AC വെക്കുമ്പോൾ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും മുതലാളിമാരാക്കാരും അത് വെച്ച് തരിക. കാരണം ഇപ്പോൾ ചൂടുകാലമാണ്, അതൊക്കെ ഓക്കെ. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കറണ്ട് ബില്ല് വരുമ്പോഴാണ് നമ്മൾ ആകെ അന്തം കൂടുക. കാരണം ഈ ചെറിയ ചെറിയ പള്ളിക്ക് ജുമാ നടക്കുന്ന പള്ളിക്ക് പറഞ്ഞാൽ വരുമാനം ഉണ്ടാവില്ല. ആ ഓരോ മാലത്തെ ഓരോ വീട്ടുകാരും 100 റുപ്യ അല്ലെങ്കിൽ 150 റുപ്യക്കാരും മാസം കൊടുക്കുക. കാരണം ആ കൊടുക്കുന്ന വീട്ടുകാർക്ക് വേറെയും കുറേ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മളെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒപ്പം 3 ആൾക്കാർ പണിയില്ലാതെ നിൽക്കുകയാണ്. കാരണം ഈ റമദാൻ മാസത്ത് ഞാൻ ചെറിയ റേറ്റിന് പണി എടുത്തു കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഇറങ്ങിയാണ്ട് വൈകുന്നേരം 5 മണി വരെ ഈ നോൽമ്പിന് പണിയെടുക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നോൽമ്പിന് ഞാൻ തേപ്പിൻ്റെ പണി എടുക്കാത്തത്. കാരണം കൂലി വെക്കണ റേറ്റിന് ഇപ്പോൾ കിട്ടണില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, പണിയില്ലാത്ത അങ്ങനത്തെ ആൾക്കാർ എങ്ങനെ കറണ്ട് ബില്ല് അടക്കാൻ, പള്ളിക്ക് കറണ്ട് ബില്ല് അടക്കാൻ എന്ന് വെച്ചാൽ കൂടുതൽ എമൗണ്ട് കറണ്ട് ബില്ലായി AC വെച്ചാൽ കൂടുതൽ എമൗണ്ടിൽ കറണ്ട് ബില്ല് വരും. അപ്പോൾ എങ്ങനെ തരും ഇതേമാതിരി പണിയെടുക്കുന്ന ആൾക്കാർ? അപ്പോൾ അതൊന്ന് ഈ വരുമാനമില്ലാത്ത പള്ളിൻ്റെ കമ്മിറ്റിക്കാരൊന്ന് ആലോചിച്ച് നോക്കുകൊണ്ടു. ഓക്കെ. അപ്പോൾ മഴയാണ്. ഈ മഴൻ്റെ സൗണ്ടിൽ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത്, ഇതേമാതിരി പണിയില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. മടിയില്ല ആൾക്കാരുണ്ട്. ഞാൻ ഓലല്ല പറയുന്നത്. മടിയില്ല മലയാളീസ് ഉണ്ട്. ഞാൻ ഓലല്ല പറയുന്നത്. മടിയില്ലാതെ അവനാൻ്റെ കൂട്ടവും കുടുംബവും പണിയെടുത്തിട്ട് നോക്കണം കരുതി നടക്കണ കുറേ മലയാളി പണിക്കാരുണ്ട്. അവർ പണിയില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരിയുള്ള ആൾക്കാരൊക്കെ ഈ റമദാൻ മാസത്ത് എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്നുണ്ടോയെന്ന് ഒന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കൊള്ളുണ്ടോ. ഓക്കെ. കാരണം എൻ്റെ ഒപ്പല്ലേ ആ 3 പണിക്കാർക്ക് പടവ് അറിയില്ല, അവർക്ക് തേപ്പുള്ള അറിയാം. ഇതേമാതിരി വേറെയും കുറേ പണിക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം.